ഓം ശ്രീ ആഞ്ജനേയ നമ. MS-B4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് ശനി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ എങ്ങനെയാണ് ഒരു ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ശനിയെ അനുഗ്രഹ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത്, ഈ കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. എന്റെ ആസ്ട്രോളജി ചാനൽ MS-B4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കബഡി പ്രശ്നത്തിലൂടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പലതരത്തിലുള്ള ശനിദോഷങ്ങളും ഫേസ് ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? അതായത് 7.5 ശനിദോഷം, കണ്ടക ശനിദോഷം, ജന്മശനി, അങ്ങനെ പലതരത്തിലുള്ള ദോഷങ്ങളാണുള്ളത്. അപ്പം ഒരു തവണ ശനി ദോഷം ഒന്ന് മാറി വരുന്ന ആ ഒരു വേളയിൽ തന്നെ വീണ്ടും ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ വീണ്ടും ശനിദോഷം വീണ്ടും വരികയാണ്. അപ്പം ശനി ദോഷത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടോ? തീർച്ചയായിട്ടും ശാശ്വതമായിട്ടുള്ള പരിഹാരം, ശനി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ നമുക്ക് ഒരു പരിധിവരെ മാറ്റി നിർത്താൻ സഹായകരമാവുന്നതാണ്. അങ്ങനെയുള്ള പരിഹാരങ്ങൾ ഉള്ളതാണ്. അതായത് പൊതുവെ നമ്മൾ ചെയ്യുന്ന ശനീശ്വര പ്രീതി, അതായത് ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം, അതുപോലെ തന്നെ ശനി മന്ത്രങ്ങൾ ജപിക്കാറുണ്ട്. പ്രത്യേകിച്ച് നീലാഞ്ജന സമാഭാസം, രവിപുത്രം യമാഗ്രജം, ഛായ മാർത്താണ്ഡ സംഭൂതം, തം നമാമി ശനീശ്വരം. ശനി മന്ത്രങ്ങൾ ജപിക്കുന്നതും ശനീശ്വര അങ്ങനെയുള്ള ദോഷങ്ങൾ മാറ്റി നിർത്താൻ ഒരു പരിധിവരെ, ഞാൻ പറയുന്ന പൂർണ്ണമായിട്ടുള്ള ഒരു പരിധിവരെ എല്ലാം സഹായകരമാവുന്നതാണ്. അതുപോലെ തന്നെ ശനി സംബന്ധമായിട്ട് ശനീശ്വര ക്ഷേത്രത്തില് ശനി പൂജ, നവഗ്രഹ പൂജകൾ ചെയ്യുന്നതും, അതുപോലെ ശനീശ്വരന് എള്ള് വഴിപാടായിട്ട് സമർപ്പിക്കുന്നതും എല്ലാം അങ്ങനെയുള്ള ശനി ദോഷങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ സഹായകരമാവുന്നതാണ്. അതുപോലെ തന്നെ ശനിദോഷങ്ങൾ മാറ്റാൻ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. ശനിദോഷം മാത്രമല്ല, പിതൃക്കളുടെ അനുഗ്രഹം നേടിയെടുക്കാനും സഹായകരമാവുന്നതാണ് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ശനിയുടെ വാഹനമാണ് കാക്ക. അങ്ങനെയുള്ള ദോഷങ്ങൾ നമുക്ക് മാറ്റി നിർത്താൻ സഹായകരമാവുന്നതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നുള്ള ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അതായത് ഹനുമാൻ ചാലിസ മനസ്സിരുത്തി ദിവസവും ജപിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ശനീശ്വര പ്രീതി നേടിയെടുക്കാൻ സഹായകരമാവുന്നതാണ്. ഹനുമാൻ ചാലിസ ജപിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റഡ് ആവണം. അതായത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ നല്ല രീതിയിൽ ഉള്ള ആ ഒരു ശുദ്ധിയോടുകൂടി മാത്രം. അശുദ്ധിയുള്ള സമയത്ത് ഹനുമാൻ ചാലിസ ജപിക്കരുത്. പ്രത്യേകിച്ച് നോൺ വെജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ദയവ് ചെയ്ത് ഈ മന്ത്രം ജപിക്കരുത്. ഹനുമാൻ ചാലിസ കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണ്. ചാലിസ ജപിക്കുകയാണെങ്കിൽ, ദിവസവും ഹനുമാൻ ചാലിസ ജപിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ശനി അങ്ങനെയുള്ള ദോഷസ്ഥാനത്ത് വരുന്നതല്ല. തീർച്ചയായിട്ടും ശനീശ്വരൻ പ്രീതിപ്പെട്ട് നിൽക്കുന്നതാണ്, ആ ഒരു അനുഗ്രഹ സ്ഥാനത്തേക്ക് വരുന്നതാണ്. അതായത് ഹനുമാൻ സ്വാമിയുടെ അടുക്കല് ശനീശ്വരൻ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഭാവങ്ങൾ ഒരിക്കലും വരുന്നതല്ല. അപ്പൊ ഹനുമാൻ സ്വാമിയുടെ ഭക്തന്മാർക്ക് ഒരു കാരണവശാലും ശനി അങ്ങനെ ദോഷം ചെയ്യുന്നതല്ല. അപ്പം ശനീശ്വരനെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ഹനുമാൻ സ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുന്നതും. അങ്ങനെയുള്ള ശനി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ എന്തും ആയിക്കോട്ടെ, 7.5 ശനി ദോഷങ്ങളായിക്കോട്ടെ, അഷ്ടമശനി അങ്ങനെയുള്ള ദോഷങ്ങളും, അതുപോലെ തന്നെ കണ്ടക ശനി ദോഷം, അതുപോലെ ജന്മശനി ദോഷങ്ങളോ ഏത് ദോഷവും ആയിക്കോട്ടെ, ശനി സംബന്ധമായിട്ടുള്ള ശനീശ്വരനെ പ്രീതിപ്പെടുത്തി അനുഗ്രഹ സ്ഥാനത്ത് കൊണ്ടുവരികയാണെങ്കിൽ ദോഷങ്ങൾ, അങ്ങനെയുള്ള വിഘ്നങ്ങൾ, കാര്യങ്ങളെല്ലാം മാറ്റി ശനി അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്നതാണ്. ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. എന്റെ ആസ്ട്രോളജി ചാനൽ MS-B4 ആസ്ട്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, കബഡി പ്രശ്നത്തിലൂടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് കുങ്കുമ അർച്ചന ക്ഷേത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ വളരെ ഉത്തമമാണ്. ജീവിതത്തിലെ അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നത്. അതുപോലെ തന്നെ ഉത്തിഷ്ടകാര്യ സാധ്യത്തിന് കുങ്കുമ അഭിഷേക അർച്ചന ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ശനി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ, കാര്യങ്ങളെല്ലാം മാറി ശനി അനുഗ്രഹ സ്ഥാനത്തേക്ക് വരാനും സഹായകരമാവുന്നതാണ്. എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ, അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ക്ലേശങ്ങൾ എന്തുമായിക്കോട്ടെ, ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പേര്, നക്ഷത്രം, ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്, അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇതിന് ഫീസ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, തികച്ചും സൗജന്യപരമാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു. നന്ദി, നമസ്കാരം.